ചർച്ച പോലും വേണ്ടാത്ത തരത്തിൽ വ്യക്തതയുള്ള കാര്യമാണ്. അതല്ല പരിണാമ സിദ്ധാന്തം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നതിന് ഒരു വിശദീകരണം നൽകുക മാത്രമാണ് ഡാർവിൻ ചെയ്തത്. ജീവജാലങ്ങൾ ക്രമേണ മാറുന്നുണ്ട് എന്ന് ഡാർവിൻ എങ്ങനെ മനസ്സിലാക്കി എന്ന് പറയാം. ഡാർവിന്റെ യാത്രയിൽ ഉടനീളം അടുത്തടുത്തു കിടക്കുന്ന ദ്വീപുകളിൽ ധാരാളം ജീവജാലങ്ങളെ കാണും. സ്വാഭാവികമായും തൊട്ടടുത്ത ദ്വീപിലെ അതിന്റെ സഹോദര ജീവികളുമായി അവയ്ക്ക് പറയത്തക്ക വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. എങ്കിലും അകലേക്ക് പോകും തോറും ആദ്യത്തെ ദ്വീപിലെ അതിന്റെ സഹോദര ജീവികളുമായി ചില ചെറിയ വ്യത്യാസങ്ങൾ കാണും. ഉദാഹരണത്തിന് പക്ഷികളുടെ കൊക്കിന്റെ രൂപം അകലെയുള്ള ദ്വീപിൽ ആദ്യത്തെ ദ്വീപിൽ കണ്ടതിനേക്കാൾ അല്പം മാറും. ആഹാര രീതികൾ മാറുന്നു, അങ്ങനെ പലതും. അങ്ങനെ വ്യത്യാസം വന്ന് ആദ്യത്തെ ദ്വീപിലെ പക്ഷിയും അവസാനത്തെ ദ്വീപിലെ പക്ഷിയും ശരിക്കും രണ്ടു വ്യത്യസ്ത പക്ഷികളായി മാറിയിരിക്കുന്നു. അവ തമ്മിൽ കണ്ടാൽ മിണ്ടുന്നു കൂടിയില്ല എന്നു കാണും. ദ്വീപുകൾ ഒരു വൃത്താകൃതിയിൽ പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ആദ്യത്തെ ദ്വീപിൽ കാണുന്ന രണ്ടു വ്യത്യസ്ത ജീവികൾ എന്ന് ആദ്യ നോട്ടത്തിൽ കരുതുന്നവ ശരിക്കും ഇങ്ങനെ പരസ്പരം ബന്ധമുള്ള ഒരേ ജീവി തന്നെയാണെന്ന് മനസ്സിലാകും. ഇവയെ റിംഗ് സ്പീഷീസ് എന്ന് പറയും. ഇനി പോയിന്റ് 2.